ഇന്നു മുതൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്നറിയാമോ? ഇല്ല, അറിയില്ല. ആ, ദാ ഈ നിൽക്കുന്ന നിങ്ങളുടെ ദൈവം. അയ്യോ, അച്ഛനോ? ഇന്നു മുതൽ രവി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോ ശരി, ഞാൻ വരട്ടെ. അമ്മേ വന്നേന്ന് തോന്നുന്നു. ഏതായാലും ഇനിയിപ്പോ അമ്മയൊന്ന് കണ്ടിട്ട് പോ. അച്ഛാ, ഞാൻ അച്ഛമ്മ കൂട്ടിയിട്ട് വരാടാ. ചെല്ല്. ഞാനൊന്ന് ഇറങ്ങട്ടെ. ഏയ്, അമ്മ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ ഇറങ്ങിയാൽ എങ്ങനെയാ? അമ്മ എന്താ കരുതാ? മധുസൂദൻ ഇരിക്കേ. അച്ഛമ്മ, ഞാൻ കൊടുക്കാം. ആ വേണ്ട, ഞാൻ കൊടുത്തു. കൊടുത്തോ? ഫോണിൽ നിന്ന് പൈസ കൊടുക്കാനൊക്കെ പഠിച്ചല്ലേ? ആരാ പഠിപ്പിച്ചേ? നാട്ടിലെ ഇപ്പൊ കുറച്ച് ജെൻസി പിള്ളേരുണ്ട്, അവരായിട്ട് എന്റെ കൂട്ട്. അവര് പഠിപ്പിച്ചതാ. ഓ, കൊള്ളാം. എടാ, ഇത് ആരുടെ കാറാ? ആ, അതൊരു മാരണത്തിന്റെ കാറാ. ആളകത്തുണ്ട്. മാരണോ? അതാരാടാ? നേരിട്ട് കാണാൻ പോവല്ലേ? എടാ, ഒരു ക്ലൂ താടാ. ക്ലൂന്നാ? ഇതും ജെൻസി പഠിപ്പിച്ചതാണോ? അതെ. ശരി, ക്ലൂ തരാം. മർമ്മ പ്രയോഗോ? എടാ, വന്നത് മർമാണിയാണോ? മാർമാണി കുർമാണി ഒന്നുമല്ല. അച്ഛമ്മ ഇങ്ങോട്ട് വന്നേ, കാണാം. വാ. അല്ല, എന്തെങ്കിലും ഒരു പേടി പോലെ. പേടിയോ? എനിക്കോ? ഞാനെന്തിനു പേടിക്കണം? ആരെ പേടിക്കണം? ആ, അച്ഛമ്മേ. വർഷയുടെ അച്ഛനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് ആദ്യമായിട്ട് വന്നതാ. അല്ല, അതെന്താ അച്ഛമ്മ അങ്ങനെ കാണിച്ചത്? അമ്മ എന്തോ തമാശ കാണിക്ക അല്ലേ അമ്മേ? ഓ, ഇതാണോ തമാശ? തമാശയോ? തമാശയല്ലെന്ന് ഇവരുടെ വിവാഹ വാർഷികത്തിന് നിനക്ക് മനസ്സിലായതല്ലേ? ഓ, അതോ? എന്റെ അമ്മേ, അന്ന് കണ്ടത് വേറെ മധുസൂദനൻ, ഇത് വേറെ മധുസൂദനാ. അന്ന് ബുദ്ധിയില്ലാതെ എന്തൊക്കെ പറഞ്ഞു പോയതാ. എന്നോടങ്ങ് ക്ഷമിച്ചേക്ക്. അമ്മേ, എനിക്ക് ബുദ്ധി വരാൻ കുറച്ച് വൈകിപ്പോയി. കാശിന്റെ അധികാരത്തിന്റെ സ്ഥാനത്തിന്റെ ഒക്കെ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക്. എന്നാ കാശൊന്നും ഒന്നുമല്ല അമ്മേ. ഇന്ന് കാണുന്ന മനുഷ്യരെ നാളെ നമ്മൾ കാണുന്നില്ല. എന്തിനാണ് നമ്മൾ ഈ അഹങ്കാരം കാണിക്കുന്നത്? എടാ സച്ചി, നീ എന്നെ ഒന്ന് പിച്ചേടാ. അപ്പൊ ഞാൻ സ്വപ്നം കാണുകയല്ല. ഇനി പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അമ്മ വന്നത്. കണ്ടതിൽ വളരെ സന്തോഷം. ഈ കുടുംബത്തിന്റെ എല്ലാം അച്ചമ്മയാണെന്ന് വർഷ പറയാറുണ്ട്. അമ്മയാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. നിങ്ങളുടെ ഉള്ളം കയ്യിലാണ് നിങ്ങളുടെ കുടുംബം എന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവർക്കും പേടിയുമാണ്, ബഹുമാനവുമാണ്. നിങ്ങൾ നടക്കാൻ പറഞ്ഞാൽ അവർ നടക്കും, ഇരിക്കാൻ പറഞ്ഞാൽ അവരിയ്ക്കും. അവരെ പോലെയാണ് ഞാനെന്ന് കരുതരുത്. നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. പ്രായം കുറെ ആയില്ലേ. ഏറെ നേരം നിന്നാലേ കാല് കഴിക്കും. ഏതെങ്കിലും മൂലയ്ക്ക് ചെന്നിരിക്കും. അമ്മേ, അമ്മ എന്നെ അനുഗ്രഹിക്കണം.
എഴുന്നേക്ക്. ഓ. നിന്റെ വെളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. അന്ന് നീ എന്റെ മോനോട് പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. തൽക്കാലം നിന്നെ അനുഗ്രഹിക്കാൻ എനിക്ക് മനസ്സില്ല. ആ, എന്നോട് ക്ഷമിക്കമ്മേ. അതൊന്നും മനസ്സിൽ വെച്ച് നടക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അന്ന് കണ്ട മസൂനല്ല ഇത്. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ മോളെ വർഷേ, അച്ഛൻ ഇറങ്ങട്ടെ. ആ രവീന്ദ്ര, വാ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ആ, മക്കളിങ്ങി വന്നേ. അച്ഛമ്മേ അച്ഛമ്മേ. അച്ഛമ്മ സുഖമല്ലേ? സുഖം. അതെ, ഞാനിവിടെ ഉണ്ടേ. പിന്നെ പറഞ്ഞ പോലെ ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു കുടുംബമല്ലേ, അതെപ്പോഴും മനസ്സിൽ വേണം. ആ, പിന്നെ ഒരു കാര്യം, രവീന്ദ്രൻ വീശുവോ? അല്ല, നല്ല ചൂടുകാലത്ത് കറണ്ട് ഇല്ലെങ്കിൽ പേപ്പർ കൊണ്ടോ വിശറി കൊണ്ടോ ഇങ്ങനെ വീശാറുണ്ട്. എന്റെ രവീന്ദ്ര അതല്ല, ദേ ഈ വീശല ഞാൻ ഉദ്ദേശിച്ചത്. കഴിക്കാറുണ്ടോന്ന്? അയ്യോ, ഞാൻ കഴിക്കാറില്ല. ആ, വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെന്നൊരു കുഴപ്പമില്ല. നീ റിട്ടയർഡ് ലൈഫല്ലേ, എൻജോയ്. നമുക്കേ ഒരു ദിവസം എവിടെയെങ്കിലും കൂടാം. ഏയ്, എനിക്ക് ആലപ്പുഴയിൽ ഹൗസ് ബോട്ടൊക്കെ ഉണ്ടല്ലോ. ഒരു ദിവസം കറങ്ങിയിട്ടൊക്കെ വരാന്നേ. ഞാനില്ല. നിക്ക്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല മോനെ. കുടിക്കാത്ത എന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി കുടിപ്പിച്ച് ആലപ്പുഴ കായലിൽ മുക്കി കൊല്ലാനല്ലേ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ദൈവമേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. രവീന്ദ്രനെ കൊല്ലാനോ? അഭിനയം. മോനെ സച്ചി, ഞാൻ അത്രയ്ക്ക് ക്രൂരനാണെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? അതെ, നിങ്ങളൊരു ക്രൂരൻ തന്നെയാ. നിങ്ങൾ എന്റെ അച്ഛനോടും എന്നോടും എന്റെ രേവതിയോടും ചെയ്തോന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കുകയില്ല. മോനെ, അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിച്ചില്ലേ. തെറ്റ് പറ്റിപ്പോയി. അന്ന് കണ്ട മസൂനല്ല ഇത്. ഇത് വേറെ ആളായിപ്പോ. വേറെ ആളോ? നിങ്ങളോ? നിർത്തിക്കോ നിങ്ങളുടെ അഭിനയം. ദേ, അകത്ത് നിങ്ങളുടെ മോള് നിപ്പുണ്ട്. അതുകൊണ്ട് മാത്ര ഞാൻ കൂടുതലൊന്നും പറയായിരുന്നേ. തന്ത്രപൂർവ്വം നല്ലവന്റെ വേഷം കെട്ടി വന്നിരിക്കുക. മനസ്സിൽ വേറെന്തോ പ്ലാൻ ചെയ്താ വന്നിരിക്കുന്നേ. സച്ചി, ഞാൻ നല്ലവന്റെ വേഷം കെട്ടിയതല്ല. ഞാൻ നന്നായി മോനെ. ആര് നന്നായിന്നു? ഈ ജന്മം നിങ്ങൾ നന്നാവില്ല. സച്ചി, നീ വിട്. മധുസൂന, നിങ്ങൾ പോവാൻ നോക്ക്. അച്ഛ, ഇങ്ങനെ പറയുന്നത് കേട്ടില്ലേ? ഇതൊന്നും വിശ്വസിക്കരുത്. തന്ത്രപൂർവ്വം നല്ലവനായിട്ട് നടിച്ച് ഈ വീട്ടിൽ കയറിപ്പറ്റി കുടുംബം ഇല്ലാതാക്കാൻ നോക്കുക. ദേ, ആ പ്ലാനൊന്നും നടക്കില്ലാട്ടാ. സച്ചി, നീ എന്നൊന്ന് വിശ്വസിക്കേ. ഈ കുടുംബം എന്ന് പറയുമ്പോ എന്റെ കുടുംബമല്ലേ. ഞാനതില്ലാതാക്കാൻ നോക്കുവോ? രവീന്ദ്ര, ഇവൻ പറയുന്ന കേട്ടില്ലേ? ഞാനങ്ങനെ ചെയ്യോ രവീന്ദ്ര? ഓ, കരയുന്നു. അഭിനയം നിർത്തിട്ട് ഇറങ്ങി പോടോ. സച്ചി, മതി. നിങ്ങൾ പോവാൻ നോക്ക്. ചെല്ലേ, പടാ. അഭിനയിക്കല്ല, ഞാൻ മാറിയെന്നവർക്ക് പതിയെ മനസ്സിലാക്കിക്കൊള്ളും. ദേവർഷേ, ഇനി കുട്ടികളി കുറച്ച് കുറയ്ക്കണം കേട്ടോ. പറഞ്ഞു കൊടുക്കച്ചമ്മ. അതെ, കുറച്ച് വേദനയൊക്കെ കാണും. അതങ്ങ് സഹിച്ചേക്കണം. ഇല്ല സച്ചി, നീ എവിടെ ഇരുന്നേ? അതെ, എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം ചോദിക്കണം. എന്താടാ? വർഷയുടെ അച്ഛൻ ഇപ്പൊ ഇവിടെ നിന്ന് കുറെ ഡയലോഗ് അടിച്ചിട്ട് പോയല്ലോ. അതൊക്കെ അയാളുടെ അഭിനയ. വേറെന്തോ മനസ്സിൽ കണ്ടിട്ടാ ഈ ആക്ടിംഗ് എല്ലാം നടത്തിയത്. അയാൾ മാറിയിട്ടൊന്നുമില്ല. എന്നെ പോലെ ഇതേ അഭിപ്രായമുള്ളവര് കൈവയ്ക്ക്. ഓക്കെ, എനിക്കും ശരിയാ. ഓ, അപ്പൊ എല്ലാവർക്കും ഒരേ അഭിപ്രായം.
അദ്ദേഹം ഒന്നും മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, വേറെന്തോ മനസ്സിൽ കണ്ടിട്ടാ വന്നേക്കുന്നേ. അധികം അടുക്കണ്ട, അദ്ദേഹത്തെ സൂക്ഷിക്കണം. എന്റെ അച്ഛനെ എനിക്ക് അറിഞ്ഞൂടെ, ഒരു വല്ലാത്ത സ്വഭാവമാ. അച്ഛനങ്ങനെ മാറാനൊന്നും പറ്റില്ല. ഇത് ആക്ട് ചെയ്തത് തന്നെയാ. ആ അതെ അതെ അതെ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വർഷയുടെ അച്ഛനായതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. വേഷം കെട്ടി ഇറങ്ങിയിരിക്കാം. കൊള്ളാം. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഇങ്ങോട്ട് എഴുന്നള്ളിയിട്ടേ ഇല്ല. ഇപ്പൊ പെട്ടെന്നൊരു പ്രത്യക്ഷപ്പെടല്. ഉള്ളിൽ എന്തോ കള്ളത്തരം വെച്ചോണ്ടാ വന്നത്. എന്താണോ എന്തോ അങ്കിളിന്റെ പ്ലാൻ? ആർക്കറിയാം. അതൊക്കെ വിട്. ഇങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞോണ്ടിരുന്ന വർഷയ്ക്കത് വിഷമാവും. എന്തു പറഞ്ഞാലും ഇവളുടെ അച്ഛനല്ലേ അത്. അല്ല, അത് അവളും പറഞ്ഞല്ലോ. വർഷയ്ക്ക് അതിൽ ഒരു വിഷമവുമില്ല അല്ലേ? ഇനി മുതല് ഇവളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോ എല്ലാവരും സൂക്ഷിക്കണം. ഇവക്ക് സന്തോഷം കൊടുക്കുന്നത് മാത്രമേ പറയാവൂ. സങ്കടപ്പെടുത്തുന്ന ഒന്നും പറയാൻ പാടില്ല. ആ പിന്നെ അച്ചമ്മ പറഞ്ഞ വാക്ക് പാലിക്കുന്നവളാ. കുഞ്ഞ് പിറന്നാലുടനെ അച്ചമ്മ സ്വത്തൊക്കെ എഴുതി തരും. എന്താടാ മുഖത്തിനൊരു വാട്ടം? നിനക്ക് സ്വത്ത് കിട്ടാത്തോണ്ടാണോ? അല്ല, നിന്റെ ഭാര്യ എവിടെ? കാണുന്നില്ലല്ലോ. അത് അവള് ബാംഗ്ലൂർ പോയിരിക്കാമേ. അതെ, ബാംഗ്ലൂരില് ഒരു കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാൻ. ആ അപ്പൊ അതാണ്. ഭാര്യ അടുത്തില്ലാത്തോണ്ടാ മുഖം വാടിയിരിക്കുന്നെ. അച്ഛമ്മേ, ഫോൺ വിളിക്കുമ്പോഴേ സച്ചേന്റെ ചെവി പിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഓ, എന്തു പറ്റി? അത് മറന്നുപോയോ? ഇല്ലില്ല, ഞാൻ മറന്നിട്ടൊന്നുമില്ല. മോനെ സച്ചി, ഇങ്ങോട്ട് വാ. വേണ്ട, അച്ഛമ്മ പിച്ചും. അച്ഛമ്മയല്ലേ പറയുന്നേ, നീ ഇവിടെ വന്നിരിക്കേ. വന്നിരിക്കും സച്ചേട്ടാ. എടാ വന്നിരിക്കടാ. അച്ഛമ്മല്ലേ വിളിക്കുന്നേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണ് അവന്റെ ചെവിക്ക് പിടിച്ചിരിക്കുന്നേ? അവനെന്താ ചെയ്തേ? ഇവരുടെ ചെറുപ്പം മുതലേ ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും ഇവനായിരുന്നു ജയിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട മത്സരത്തില് ഇവൻ തോറ്റു. ഓ, അത് ശരി. അതെ. അപ്പൊ രേവതിയുടെ ചെവിക്ക് പിടിക്കണ്ടേ? അവളും തോറ്റല്ലോ. ശരിയാണല്ലോ. മോളെ രേവതി. ആ അച്ഛമ്മ. നിന്നെ അച്ഛമ്മ നിന്നെ വിട്ടേ. മോളിങ്ങി വന്നേ. അച്ഛമ്മ വന്നതിന് ശേഷം ഈ വീട്ടിൽ ഇരട്ടി സന്തോഷമായി അല്ലേ? ചെല്ലടാ ചെല്ല്. സുധി, നീ എന്താ ഷോറൂമിൽ പോവാത്തെ? അത് അമ്മ, ഷോറൂമില് ഇടയ്ക്കിടയ്ക്ക് ശ്രുതി വരാറുണ്ട്. അപ്പൊ അവളെ കാണുമ്പോ എനിക്ക് അവളുടെ കൂടെ എങ്ങാനും പോവാൻ തോന്നിയാലോ. എന്നാ നീ ഇനി ഷോറൂമിൽ പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇങ്ങനെ പോയാൽ ഷോറൂം അടുത്ത് തന്നെ പൂട്ടും. അപ്പൊ വീട്ടിൽ ഒരു സമാധാനമില്ല. ഷോറൂമിൽ പോണം, ഷോറൂമിൽ പോണം. എടാ, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന അമ്മയെല്ലാം അറിയിക്കല്ലേ. മോനെ ചെല്ല്, മുറി പോയിരിക്കേ. എന്തേ, ഇതൊക്കെ നമ്മൾ അമ്മയോട് പറയണം. പറഞ്ഞില്ലെങ്കിൽ മോശ. എന്ത് മോശം? ഒരു മോശവും ഇല്ല. അതൊക്കെ സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ നിങ്ങൾ മിണ്ടായിരിക്കേ.
ചന്ദ്രേ, ഓ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയേ? ഒരു സന്തോഷ വാർത്ത പറയാനാ വന്നത്. എന്ത് സന്തോഷ വാർത്ത? എന്താണെങ്കിലും പെട്ടെന്നൊന്ന് പറ. ഇനി വന്നേ, വാ. എന്താ? അമ്മ വന്നിട്ടുണ്ട്. ശ്രുതിയെ ഇവിടുന്ന് പുറത്താക്കിയ കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ല. നിന്റെ നാവീന്ന് എങ്ങാനും ഇത് വീണ അതോടെ തീർന്നു എല്ലാം. എന്താ ഭാമ പറയാമെന്ന് സന്തോഷ വാർത്ത? അതാദ്യം പറയേ. നീ ഇതെടുക്ക. സുധി, ദാ. എടുക്കും മോനെ. ഇവേട്ടാ, അതെ, നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾക്ക് ഷുഗറാ. അതൊക്കെ നിങ്ങൾ മറന്നോ? വല്ലപ്പോഴും കഴിച്ചാലൊരു കുഴപ്പമൊന്നുമില്ല. ഭാമ പറയാമെന്ന് പറയേ. നമ്മുടെ സുധിയെ ഒരച്ഛനാവാൻ പോവാ. സുധിയോ? അതിന് ശ്രീകാന്ത് അല്ലേ അച്ഛനാവാൻ വേണ്ടി പോകുന്നേ? ശ്രീകാന്ത് അച്ഛനാവും. അതിനു മുൻപേ ഈ മിടുക്കനാവും അച്ഛനാവുക. എന്തൊക്കെയാടി നീ പറയുന്നേ? നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? ഞാൻ സത്യം തന്നെയാ പറഞ്ഞേ. ശ്രുതി പ്രഗ്നന്റാ. സത്യമാണോ ഭാമ പറഞ്ഞേ? അതേ രവേട്ടാ. അല്ല, അതിന് നിന്നോട് ഇതാരാ പറഞ്ഞേ? എന്നോട് ശ്രുതി തന്നെയാ പറഞ്ഞത്. അപ്പോ അവള് നിന്റെ വീട്ടിൽ വന്നോ? ഏയ്, അവളെന്റെ വീട്ടിലൊന്നും വന്നില്ല. അല്ലെങ്കിലും ഞാൻ അവളെ വീട്ടിൽ കയറ്റുവോ? ടൗണിൽ വെച്ച് കണ്ടപ്പോ അവള് പറഞ്ഞതാ. അങ്ങനെ പറ. അപ്പൊ അവള് കള്ളം പറഞ്ഞതാ. അവള് വാ തുറന്ന കള്ളമല്ലേ പറയൂ. കേട്ട പാതി കേൾക്കാത്ത പാതി സ്വീറ്റ്സുമായിട്ട് ഇങ്ങ് വന്നിരിക്കുക. അപ്പൊ അവള് കള്ളം പറഞ്ഞതാ. അവള് വാ തുറന്ന കള്ളമല്ലേ പറയൂ. കേട്ട പാതി കേൾക്കാത്ത പാതി സ്വീറ്റ്സുമായിട്ട് ഇങ്ങ് വന്നിരിക്കുക. ഗർഭിണിയാണെന്നൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണ് കള്ളം പറയോ ചന്ദ്രേ? പറയും. അവളെ പോലുള്ള കള്ളികള് എന്തായാലും പറയും. എന്തായാലും ഞാനിത് വിശ്വസിക്കാൻ പോകുന്നില്ല. അവള് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കേട്ടില്ലേ? അവൻ പറഞ്ഞേ കേട്ടില്ലേ? അല്ല, നീ എന്തിനീ കരയുന്നേ? എന്റെ ചന്ദ്ര ആനന്ദ കണ്ണീരാത് അവന് സന്തോഷം കാണില്ലേ? അവൻ്റെ ഒരു അച്ഛനാവാൻ പോവല്ലേ? അവള് പ്രഗ്നന്റ് ആണെങ്കിൽ ആദ്യം ഇവനെ വേണ്ടേ വിളിച്ചു പറയാൻ? അതവള് പറഞ്ഞില്ലല്ലോ. അവൾ ഇവനെ വിളിച്ചാ ഇവൻ ഫോൺ എടുക്കാറുണ്ടോ? ഇവൻ ഫോൺ എടുക്കണമെങ്കിൽ നിന്റെ ഉത്തരവ് വേണ്ടേ? അവൾ ഇവന് ഈ സന്തോഷം അറിയിക്കാൻ വേണ്ടി പലതവണ വിളിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാൻ, ഇവൻ ഫോൺ എടുത്തില്ല. വർഷ പ്രഗ്നന്റ് ആവുന്നതിന് മുൻപേ ശ്രുതി പ്രഗ്നന്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ വീട്ടിൽ ആദ്യം പിറക്കാൻ പോകുന്ന കുഞ്ഞ് ശ്രുതിയുടെ തന്നെയാ. അവന്റെ സന്തോഷം കണ്ട. സന്തോഷം. അപ്പോ അച്ഛമ്മയുടെ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്ക് കിട്ടും. ഞാൻ അത് തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയതാ. പക്ഷേ അതിപ്പോ എന്റെ കയ്യിൽ തന്നെ വന്ന് ചേരാൻ പോവാ. അച്ഛാ, അമ്മേ, ഞാൻ ഈ സന്തോഷം എല്ലാരോടും പോയി പറയാൻ പോവാ. എനിക്ക് സന്തോഷം വന്നിട്ട് ഇരിക്കാൻ വയ്യ. സച്ചി, അപ്പൊ ആരോടും പറയാൻ മിണ്ടിപ്പോരുത്. ഈ കാര്യം അമ്മ അറിഞ്ഞ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ അമ്മയോട് പറയേണ്ടി വരില്ലേ?
ഇതൊക്കെ അമ്മയോട് പറയുന്നോണ്ട് എന്താ കുഴപ്പമുള്ളേ? ആ നിമിഷം ആ കള്ളി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയില്ലേ നിങ്ങളുടെ അമ്മ? അമ്മേ അതൊരു നല്ല കാര്യമല്ലേ, നമുക്ക് ശ്രുതിയെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. ഛേ, അവൾ ചെയ്തൊക്കെ നീ മറന്നു അല്ലേ? അവളെ എന്തായാലും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന പ്രശ്നേ ഇല്ല. അവളെ കാണാനായിട്ട് ഇറങ്ങിയതാമേ ഞാൻ. എനിക്ക് പോയേ പറ്റൂ അമ്മേ. നമുക്ക് ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. നീ വീണ്ടും അവരെ പറ്റിച്ചു. ഇങ്ങനെയുള്ള മണ്ടന്മാരെ ഞാൻ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. എനിക്ക് നിന്റെ ഒരു സഹായം കൂടി വേണം. പറയാമേ, എന്ത് സഹായം വേണ്ടേ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്ത് നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുക. അല്ല, എന്താ നേരെ പോന്നേ? അതിന് നമ്മളിപ്പോ വീട്ടിലേക്കല്ലോ പോകുന്നത്, പിന്നെ എവിടേക്കാ പോന്നേ? ഹോസ്പിറ്റലിലേക്ക്. ആ പാർലറ്റത്തിൽ കാണിക്കുന്നുണ്ടേ.